തരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റികളെ പറ്റിയാണ്. ഈ ലോകത്തെ ഏറ്റവും നമ്പർ 1 യൂണിവേഴ്സിറ്റി ആയ മാസച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. മാസച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ MIT. ഓക്കെ, നമ്മൾ IIT അല്ലെങ്കിൽ NIT എല്ലാം ഉണ്ട് ഇന്ത്യയിൽ. പക്ഷേ MIT ആണ് ഈ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 യൂണിവേഴ്സിറ്റി. അതായത് എല്ലാ കൺട്രീസിൽ നിന്നുള്ള എല്ലാ കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട്. സോ MIT മാസച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിച്ചിരിക്കുന്നത് കാലിഫോർണിയയിലാണ്. US-ലെ കാലിഫോർണിയയിലാണ് ഇതിന്റെ സ്ഥാപനം. ഇതില് ഏകദേശം 168 ഏക്കറോളം ഭൂമിയിലാണ് ഈ മാസച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ 26 ഏക്കറോളം ഭൂമി പ്ലേ ഗ്രൗണ്ടിനായിട്ട് മാത്രം അവർ മാറ്റിവെച്ചിരിക്കുന്നു. സോ 168 ഏക്കറിൽ 28 ഏക്കർ മാത്രം പ്ലേ ഗ്രൗണ്ടിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. സോ സ്പോർട്സ് എത്രമാത്രം നമ്മളിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് മാസച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ പോലുള്ള സ്ഥാപനങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരികയാണ്. ഇതില് 100ഓളം നോബൽ പ്രൈസ് വിന്നേഴ്സിനെ വാർത്തെടുത്തിരിക്കുന്ന മാസച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എല്ലാ ആൾക്കാർക്കും കയറാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു +1 +2 എക്സാംസ് ഒക്കെ വന്ന് കഴിയുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. അവര് ഇതിനെപ്പറ്റിയെല്ലാം ചിന്തിക്കുകയും ഇതിനെ എങ്ങനെ അഡ്മിഷൻ ചെയ്യാം, അഡ്മിഷൻ എങ്ങനെ കിട്ടും എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹത്തിൽ എത്രയോ പേര് ഉണ്ട്. സോ അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ ഈ ചാനൽ വഴി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. മാസച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ട്യൂഷൻ ഫീസ് ആയിട്ടുള്ളത് 48 ലക്ഷം ഇന്ത്യൻ റുപ്പീസ്, ഒരു 48 ലക്ഷം, അതായത് $57,590 ആണ് ട്യൂഷൻ ഫീസ് മാത്രം ഒരു വർഷത്തേക്ക്. അതുപോലെ ഹൗസിംഗ് ആൻഡ് മീൽ $18,790 ബുക്ക് ആൻഡ് പേഴ്സണൽ എക്സ്പെൻസിന് ഒരു $3,074, മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു 66 ലക്ഷം രൂപയോളം വരും. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എത്രയോ സ്കീംസ് നമ്മളുടെ ഇന്ത്യയിൽ എത്രയോ സ്കോളർഷിപ്പ് സ്കീംസ് ഉണ്ട്. അതിൽ സ്കോളർഷിപ്പ് സ്കീംസും മാസച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യയിൽ എല്ലാ രാജ്യത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ രാജ്യത്തുള്ള എല്ലാ കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻസ് മെയിനായിട്ടും അണ്ടർ ഗ്രാജുവേഷൻ ആണ് പഠിക്കുന്നത്. PGക്കൊക്കെ കുറവാണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള സ്കോളർഷിപ്പ് സ്കീംസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. മാസച്യൂസെറ്റിന്റെ സൈറ്റിൽ പോയി ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അങ്ങനത്തെ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഇന്ന് തന്നെ മാസച്യൂസെറ്റിന്റെ സൈറ്റിൽ പോയി, MITയുടെ സൈറ്റിൽ പോയി നോക്കാവുന്നതാണ്. എന്തെങ്കിലും സ്കീം ഉണ്ടോ? ഇപ്പൊ 10th-ഉം 12th-ഉം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അവിടെ കയറാവുന്നതേ ഉള്ളൂ. അതുപോലെ പറഞ്ഞ TOEFL എന്ന് വെച്ചാൽ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ഫ്ലുവൻസി. അതായത് TOEFLിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസിയിൽ നിങ്ങൾ 90% മാർക്സ് മേടിച്ചാലേ MITയിൽ ജോയിൻ ചെയ്യാൻ പറ്റൂ. അതുപോലെ IELTS നമുക്കറിയാം. മറ്റു രാജ്യത്ത് പോകുമ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാവരും നോക്കുന്ന കാര്യമാണ് IELTS. IELTSന് മിനിമം പാസ് മാർക്ക് മതിയാവും. അതുപോലെ ഇവിടെ നമുക്കറിയാം ഇന്ത്യയിൽ നമുക്ക് STEM എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്. എന്നാൽ MITയിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഉള്ളത്: സയൻസ്, ടെക്നോളജി ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പം മാത്സിനും സയൻസിനും ടെക്നോളജിക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ അറിയണം. സോ മാത്സ്, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, എന്തൊക്കെ ബേസിക് ആയിട്ട് ഫ്രം 8th സ്റ്റാൻഡേർഡ് ടു 12th സ്റ്റാൻഡേർഡ് നിങ്ങൾ എത്രമാത്രം മാത്സിൽ നല്ലപോലെ ഡീപ്പ് നോളജ് കാണണം. മാത്സിൽ തന്നെയല്ല, സയൻസിലും അതുപോലെ ടെക്നോളജിയിലും നിങ്ങൾക്ക് ഒരു ഡീപ്പ് നോളജ് ഉണ്ടെങ്കിലേ അവരുടെ എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റത്തുള്ളൂ. അപ്പം റാങ്ക് നമ്പർ 1 ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആകുമ്പോൾ എൻട്രൻസ് എക്സാം എത്ര ഹാർഡ് ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം, എത്ര കഠിനമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അത്രമാത്രം പ്രിപ്പറേഷനോട് കൂടിയേ എൻട്രൻസ് നിങ്ങൾ ചെയ്യാവൂ. എന്നാലേ നിങ്ങൾക്ക് അതിനെ പാസ്സാവാൻ പറ്റത്തുള്ളൂ. അതുപോലെ PGക്കും നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് MIT. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ MITയുടെ ഡയറക്റ്റ് അവരുടെ ലിങ്കിൽ പോയി അവരുടെ കരിയറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ എൻട്രൻസ് എക്സാം എന്നാണ്, അല്ലെങ്കിൽ എപ്പോഴാണ്, എങ്ങനെ അഡ്മിഷൻ എടുക്കാം, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും.
നിങ്ങൾക്ക് ഞങ്ങളെയും കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് അറിയാവുന്ന വിവരം നിങ്ങൾക്ക് പാസ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള നെക്സ്റ്റ് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.